നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. അപസ്മാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മിഥ്യാധാരണയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സംസാരിച്ചു. ഈ ഫിറ്റ്സ് വരുന്ന ആളുകളിൽ ചിലപ്പോൾ നമ്മൾ ഈ അവരുടെ ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന രോഗിയുടെ കയ്യിൽ ഇങ്ങനെ മെറ്റാലിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അഥവാ സ്പൂണ്, താക്കോല്, പിന്നെ കമ്പി തുടങ്ങിയ സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത് കാണാറുണ്ടെന്നും അത് കുറച്ച് കഴിയുമ്പോൾ ഫിറ്റ്സ് മാറുന്നതായിട്ട് കാണുന്നെന്നും പറയുന്നു. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആ കമ്പി അല്ലെങ്കിൽ സ്പൂണ്, താക്കോല് എന്നിവ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിറ്റ്സ് മാറില്ല. മാറില്ല എന്നല്ല, അതുകൊണ്ടല്ല ഫിറ്റ്സ് മാറുന്നത്. പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് പിന്നെ ഈ താക്കോലും ഇതുപോലെ ഇരുമ്പും ഒക്കെ ഈ രോഗികളുടെ ദേഹത്തേക്ക് പണ്ട് മുതലേ കണ്ടുവരുന്നുണ്ട്, ഇതുവരെ അത് മാറ്റുന്നില്ല? അതെന്താണ് കാരണം? അത് ഒരു പോപ്പുലർ കൾച്ചറിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പണ്ട് തൊട്ടേ ആളുകൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണത്. അവര് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾ നോക്കുകയാണെങ്കിൽ, ഒരു ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന രോഗി, ആ രോഗിയുടെ കയ്യിൽ കമ്പി, താക്കോൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഫിറ്റ്സ് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് നമുക്ക് ഡിഡക്റ്റ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ താക്കോല് കയ്യിലിരുന്നത് കൊണ്ടാണ് ഫിറ്റ്സ് മാറിയത് എന്നാണ്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫിറ്റ്സ് മാക്സിമം 1-2 മിനിറ്റ് നീണ്ടു നിൽക്കുകയുള്ളൂ. അതിപ്പോൾ കയ്യിൽ താക്കോല് കൊടുത്താലും കയ്യിൽ താക്കോല് കൊടുത്തില്ലെങ്കിലും ഫിറ്റ്സ് 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നിൽക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യം ഇങ്ങനെയാണ്. അതായത് ഇപ്പം ചിലതരം ഫിറ്റ്സ് ഉണ്ട്. ആ ഫിറ്റ്സിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ആ രോഗിക്ക് ബോധം പൂർണ്ണമായിട്ടും മറയില്ല. അപ്പോൾ അവർക്ക് ആ രോഗലക്ഷണം ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ജെർക്കി മൂവ്മെന്റ്, ഇപ്പോൾ ഒരു കയ്യിൽ മാത്രം ഇങ്ങനെ ഞെട്ടൽ പോലെ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് കുറച്ചു നേരം ഞെട്ടിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരു ബോധം പോകുന്നത്. അപ്പോൾ അവർക്ക് ആ രോഗലക്ഷണത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇവര് കോമ്പൻസേറ്ററി മെക്കാനിസം എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ, ചിലപ്പോൾ അവരെവിടെയെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ടാവും. അപ്പം ഈ രോഗലക്ഷണത്തിന്റെ തുടക്കം കാണുമ്പോൾ തന്നെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു സാഹചര്യവശാൽ അത് ചിലപ്പോൾ ഒരു മെറ്റാലിക് സബ്സ്റ്റൻസിലായിരിക്കും, ഒരു ജനലിന്റെ കമ്പിയിലോ എല്ലാം ആയിരിക്കാം. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഫിറ്റ്സ് ഉണ്ടാകുന്നു. ഫിറ്റ്സ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഫിറ്റ്സ് മാറുന്നു. ഇത് ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് എന്താണ് മനസ്സിലാവുക? ആ ജനൽ കമ്പിയിൽ പിടിച്ചു നിന്നതിന്റെ ഫലമായിട്ടാണ് ഫിറ്റ്സ് മാറിയതെന്നാണ്. അങ്ങനെ ആയിരിക്കാം ഈ മെറ്റാലിക് സബ്സ്റ്റൻസ് കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിറ്റ്സ് മാറുന്നു എന്നുള്ള ഒരു മിത്ത് നമ്മുടെ